വെൽക്കം സ്റ്റുഡൻസ്. കമ്പ്യൂട്ടർ അസംബ്ലിങ്ങിൻ്റെ ഫോർത്ത് മൊഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ് ബയോസ് എന്ന് പറയുന്നത്. ബയോസ് സ്റ്റാൻഡ്സ് ഫോർ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ റിലേറ്റഡായിട്ടുള്ള കോൺഫിഗറേഷൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നത് ബയോസിലാണ്. അതുകൂടാതെ തന്നെ ബയോസിനകത്താണ് നമ്മൾ ടൈം, ഡേറ്റ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ബയോസിനകത്താണ്. ബയോസിൻ്റെ CMOS റാമിലാണ്, അല്ലെങ്കിൽ നമ്മളതിനെ NV റാം എന്ന് പറഞ്ഞു, നോൺ വോളറ്റൈൽ റാം. ഇതിലാണ് ടൈമും ഡേറ്റും കാര്യങ്ങളൊക്കെ സേവ് ചെയ്തിരിക്കുന്നത്. ബയോസിലെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ, ഹാർഡ്വെയർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബയോസിൻ്റെ ബൂട്ട് പ്രയോറിറ്റി മീൻസ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബൂട്ട് പ്രയോറിറ്റി അത് ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്കിൽ നിന്നാണോ, എക്സ്റ്റേണൽ CD ഡ്രൈവുകളിൽ നിന്നാണോ, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഡിവൈസുകളിൽ നിന്നാണോ, അതായത് റിമോട്ട് ബൂട്ടിംഗ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺഫിഗർ ചെയ്യുന്നത് ബയോസിലായിരിക്കും. ഇപ്പം നമ്മൾ സാധാരണ ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്കിൽ നിന്നാണ്. അതിനാണ് നമ്മൾ നോർമലി ബൂട്ടിംഗ് എന്നതുകൊണ്ട് മീൻ ചെയ്യുക. അപ്പോൾ അതുകൂടാതെ നമുക്കത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റേണൽ USB ഡ്രൈവുകളിൽ നിന്ന്, എക്സ്റ്റേണൽ പെൻ ഡ്രൈവുകളിൽ നിന്നോ, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കുകളിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യാം, ഈ OSനെ നമുക്ക് ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് സെർവറുകളിൽ നിന്ന് നമുക്ക് നെറ്റ്വർക്കിൽ നിന്ന് ബൂട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബയോസിനകത്ത് കോൺഫിഗർ ചെയ്യാം. അതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബയോസിനകത്ത് കോൺഫിഗർ ചെയ്യുന്നുണ്ട്. സാധാരണ ബയോസ് എന്ന് പറയുന്നത്, നമ്മൾ മദർ ബോർഡിൻ്റെ ഒരു പിക്ചർ പഠിച്ചു അല്ലേ. മദർ ബോർഡിനകത്ത് ഒരു IC ചിപ്പായിട്ടാണ് ബയോസ് വരുന്നത്. അതൊരു റീഡ് ഓൺലി മെമ്മറി IC ആണ്, ROM IC ആണ്. ഈ റോമിനകത്ത് ഓൾറെഡി ടൈം, ഡേറ്റ് ഒക്കെ സേവ് ചെയ്യാനായിട്ട് ഒരു ഏരിയ ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനൊരു ബയോസിന് ഒരു ബാറ്ററി ബാക്കപ്പും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ബയോസിൻ്റെ ഒരു ലെയർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അപ്പം നമുക്ക് ഈ പിക്ചറിനകത്ത് കാണാം. അപ്പോൾ ആ പിക്ചറിനകത്ത് രണ്ട് പിക്ചർ അവിടെ ഉണ്ട്. അതിൽ ഒന്ന് ഒരു സിസ്റ്റം A ഉണ്ട്, ഒരു സിസ്റ്റം B ഉണ്ട്. സാധാരണ ഏറ്റവും ബോട്ടം ലെയറിൽ നിങ്ങൾ കാണുന്ന ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ യൂസർ എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമുമായിട്ടാണ്. അതെന്ത് വേണമെങ്കിലും ആകാം, ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ എക്സൽ, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം. അപ്പോൾ യൂസർ എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമുമായിട്ടാണ്. ദെൻ ആ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻട്രാക്ട് ചെയ്യുന്നത് എന്തുമായിട്ടാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ടാണ്. കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ്, ലിനക്സ് പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണും. ദെൻ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എപ്പോഴും ഹാർഡ്വെയറുമായിട്ട് ഡയറക്റ്റ് അല്ല ഇൻട്രാക്ട് ചെയ്യുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബയോസ് വഴിയായിരിക്കും ഹാർഡ്വെയറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഹാർഡ്വെയറിനും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ബിറ്റ്വീനായിട്ട് ഒരു മിഡിൽ വെയർ ആയിട്ടാണ് റോം ബയോസ് ആക്ട് ചെയ്യുക. ഈ റോം ബയോസിനകത്ത് തന്നെ ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ട്. നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഹാർഡ്വെയർസിനും അതിൻ്റേതായ ഡിവൈസ് ഡ്രൈവർ ഉണ്ട്. കുറച്ച് സോഫ്റ്റ്വെയർസാണ്. ഡിവൈസ് ഡ്രൈവർ മാനുഫാക്ചേഴ്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുക. ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കണക്ട് ചെയ്യുന്ന എല്ലാ ഹാർഡ്വെയർ ഡിവൈസുകളും വർക്ക് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങളൊരു പെൻ ഡ്രൈവ് നിങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റോളിംഗ് ഡിവൈസ് ഡ്രൈവർ എന്ന് എഴുതി കാണിക്കുന്നതാണ്. ഫസ്റ്റ് ടൈമാണ് ആ പെൻ ഡ്രൈവ് നിങ്ങൾ ആ മെഷീനിൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇൻസ്റ്റോളിംഗ് ഡിവൈസ് ഡ്രൈവർ എന്ന് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാ ഹാർഡ്വെയർ ഡിവൈസുകളുടെയും ഡിവൈസ് ഡ്രൈവർ ഉണ്ട്. അപ്പോൾ ഈ ഡിവൈസ് ഡ്രൈവർ വഴിയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് ഹാർഡ്വെയറിനെ കുറിച്ച് ഒരുപാട് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സിസ്റ്റം B നോക്കിക്കഴിഞ്ഞാലും സിസ്റ്റം Bയുടെ ഹാർഡ്വെയർ ഉണ്ട്. സിസ്റ്റം Bക്ക് അതിൻ്റേതായ റോം ബയോസ് ഉണ്ട്, ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ട്. അതിൻ്റെ അടുത്ത ലെയറായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരും, ആപ്ലിക്കേഷൻ പ്രോഗ്രാം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ്വെയറിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മെഷീനിൽ മോർ ദാൻ വൺ ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിൻഡോസ് യൂസ് ചെയ്യാം, ലിനക്സ് യൂസ് ചെയ്യാം, അങ്ങനെ ഏതോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ലിമിറ്റഡ് ആണ് എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡിഫറൻറ്റ് ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാം. അതിൻ്റെ റീസൺ ഇതാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഹാർഡ്വെയറിനോട് ഡയറക്റ്റ് അല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് റോം ബയോസ് അല്ലെങ്കിൽ ഡിവൈസ് ഡ്രൈവർ വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇത് അതായത് ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, OSുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് API വഴിയാണ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് വഴിയാണ്. സോ നമ്മൾ ബയോസിൻ്റെ ഹാർഡ്വെയറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ബയോസ് കാണുന്ന ചില സോഴ്സസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് മദർ ബോർഡ് റോം ഉണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിൽ ഒരു IC ആയിട്ട് കാണാം. പിന്നെ അഡാപ്റ്റർ കാർഡ് റോം,
കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്ന ആഡ് ഓൺ കാർഡുകളിൽ ഒരു റീഡ് ഓൺലി മെമ്മറി ആയിട്ട് ബയോസുകൾ വരാറുണ്ട്. ആഡ് ഓൺ കാർഡുകളിലും അതിൻ്റേതായ സെപ്പറേറ്റ് ബയോസ് വരാറുണ്ട്. പിന്നെ ലോഡഡ് ഇൻറ്റു റാം ഫ്രം ഡിസ്ക്, അതായത് ഹാർഡ് ഡിസ്കിൽ നിന്നൊക്കെ റാമിലേക്ക് ലോഡ് ചെയ്യുന്നത്, അതിനെ നമ്മൾ ഡിവൈസ് ഡ്രൈവർ എന്നാണ് പറയുക. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സോഴ്സസ് ഒക്കെയാണ് മെയിനായിട്ടും ബയോസിന് വരിക. സോ മദർ ബോർഡ് ബയോസ്, അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിലെ മദർ ബോർഡിലാണ് മെയിനായിട്ടും ബയോസ് വരുന്നത്. അപ്പോൾ അതിനകത്തൊരു CMOS മെമ്മറി ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ടൈമർ ഡേറ്റ് ഒക്കെ സേവ് ചെയ്ത് വെക്കാനായിട്ട് CMOS മെമ്മറി ഉണ്ട്, കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ, അല്ലെങ്കിൽ അതിനെ NV റാം എന്ന് പറയും, നോൺ വോളറ്റൈൽ റാം എന്നാണ് പറയുക. അതിനൊരു ബയോസ് ബാറ്ററി ഒക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ബാറ്ററി നമ്മൾ വെക്കുക. ഓക്കെ, അപ്പം നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ബയോസിലെ എന്തൊക്കെയാണ് ഫങ്ഷൻ? ഓക്കെ, ഒരു ബയോസ് കമ്പ്യൂട്ടറിൻ്റെ ഒരു PCയിലുള്ള ബയോസിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോവുക. സോ ഫസ്റ്റ് വൺ ഈസ് പോസ്റ്റ്. പോസ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ദി പോസ്റ്റ് ടെസ്റ്റ് യുവർ കമ്പ്യൂട്ടേഴ്സ് പ്രോസസർ, മെമ്മറി, ചിപ്സെറ്റ്, വീഡിയോ അഡാപ്റ്റർ, ഡിസ്ക് കൺട്രോളേഴ്സ്, ഡിസ്ക് ഡ്രൈവ്സ്, കീബോർഡ് ആൻഡ് അതർ ക്രൂഷ്യൽ കമ്പോണൻസ്. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വരുന്ന ടൈമിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഹാർഡ്വെയർ ഡിവൈസുകളും ചെക്ക് ചെയ്യുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ, പ്രോപ്പറായിട്ട് വോൾട്ടേജ് ലെവൽസ് എല്ലാം സഫീഷ്യൻ്റ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. അതൊരു റൊട്ടീൻസാണ്. ഓക്കെ, അത് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വരുമ്പം തന്നെ ഒരു റൊട്ടീൻ ഉണ്ടായിരിക്കും. ആ റൊട്ടീൻ എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിലെ എല്ലാ ഹാർഡ്വെയർ ഡിവൈസുകളും വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അതിനെയാണ് എന്ത് പറയുക? പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയും. ഇതൊരു കുറേ ഡയഗ്നോസ്റ്റിക് പ്രോഗ്രാംസ് ആണ്. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ തന്നെ ഒരു ഡയഗ്നോസ്റ്റിക് പ്രോഗ്രാംസ് ആണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് വരുന്ന സമയത്ത് എല്ലാ ഡിവൈസുകളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടർ അടുത്ത സ്റ്റേജിലേക്ക് പോകുള്ളൂ. അതായത് ബൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഡിവൈസുകളും പ്രോപ്പറായിട്ട് വർക്കിംഗ് ആയിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഡിവൈസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ എറർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എറർ വരും. അപ്പോൾ എറർ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് എറേഴ്സ് വരും. ഫെയ്റ്റൽ എറേഴ്സ് വരും, നോൺ ഫെയ്റ്റൽ എറേഴ്സ് വരും. ഫെയ്റ്റൽ എറർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എററിനെ റെക്ടിഫൈ ചെയ്യാതെ അല്ലെങ്കിൽ സോൾവ് ചെയ്യാതെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെയുള്ള നമ്മുടെ എറേഴ്സിനെയാണ് ഫെയ്റ്റൽ എറർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ റാം അല്ലെങ്കിൽ മെമ്മറിക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതൊരു ഫെയ്റ്റൽ എററാണ്. മെമ്മറി ഫെയിലിയർ എന്ന് പറയുന്ന ഒരു ഫെയ്റ്റൽ എററാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ മെമ്മറിയുടെ കംപ്ലൈൻറ്റ് നമുക്ക് സോൾവ് ചെയ്യാതെ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സാധാരണ ഒരു എറർ മെസ്സേജസ് ആണ് വരുന്നത്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കണം, യൂസറെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ കുറച്ച് എറർ ഇൻഡിക്കേറ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യും. എറർ ഇൻഡിക്കേറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ബീപ്പ് സൗണ്ട് ഉണ്ട്, ബീപ്പ് സൗണ്ടുകൾ, പിന്നെ എറർ കോഡ്, ഡീറ്റെയിൽഡ് എറർ മെസ്സേജ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എറർ ഇൻഡിക്കേറ്റിംഗ് മെത്തേഡ്സ് വരിക. അപ്പോൾ ബീപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിൽ ഒരു സ്പീക്കറുണ്ട്. അപ്പോൾ ഒരു എറർ വന്നു കഴിഞ്ഞാൽ സ്പീക്കർ വഴി നമുക്ക് ഒരു ഇൻഡിക്കേഷൻ കിട്ടും. അതായത് ഇപ്പം മെമ്മറി ഫെയിലിയർ ആണെങ്കിൽ, ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വരുന്ന ടൈമിൽ മെമ്മറി ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ബീപ്പ് അടിക്കും നമ്മുടെ സ്പീക്കറിൽ നിന്ന്. അപ്പോൾ അതൊരു ഫെയ്റ്റൽ എററാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ കാർഡ് എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ, പഴയ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാർഡ് കണക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഡിസ്പ്ലേ കാർഡിന് എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ലോങ് ആൻഡ് 2 or 3 ഷോർട്ട് ബീപ്സ് ആണ് കേൾക്കുക. അപ്പോൾ അങ്ങനെയാണ് എറർ ഇൻഡിക്കേറ്റിംഗ് മെത്തേഡ്സ് വരുന്നത്. ഓക്കെ, അതിൽ ബീപ്പ് കോഡുകൾ. പിന്നെ വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് എറർ കോഡ്. എറർ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറുടെ മോണിറ്ററിലാണ് ആ എറർ കോഡ് വരിക. അപ്പോൾ അതൊരു നമ്പർ കാണും. ആ നമ്പറിന്, ആ എറർ കോഡിൻ്റെ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എറർ ഉണ്ടായിരിക്കും. തേർഡ് വൺ ഈസ് ഡീറ്റെയിൽഡ് എറർ മെസ്സേജ്. ഡീറ്റെയിൽഡ് എറർ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അത് മോണിറ്ററിൽ തന്നെയാണ് കാണിക്കുക. പക്ഷേ എറർ കോഡ് പോലെയല്ല, എററിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കാണും. എറർ കോഡ് ഒരു നമ്പർ മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എറർ കോഡ് എന്താണെന്നുള്ളത്. പക്ഷേ ഡീറ്റെയിൽഡ് എറർ മെസ്സേജ് അങ്ങനെയല്ല. ഡീറ്റെയിൽഡ് എറർ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും. ഒരു സെൻറ്റൻസിൽ എക്സ്പ്ലനേഷൻ കാണും എന്താണ് എറർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പവർ ഓൺ സെൽഫ് ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. സോ ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെറ്റപ്പ്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ദി സിസ്റ്റം കോൺഫിഗറേഷൻ ആൻഡ് സെറ്റപ്പ് പ്രോഗ്രാം ഈസ് യൂഷ്വലി എ മെനു ഡ്രിവൺ പ്രോഗ്രാം ആക്ടിവേറ്റഡ് ബൈ പ്രസ്സിങ് എ സ്പെഷ്യൽ കീ ഡ്യൂറിങ് ദി പോസ്റ്റ്. പോസ്റ്റിൻ്റെ ടൈമിൽ, അതായത് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വരുന്ന ടൈമിൽ
നമ്മുടെ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റപ്പ് മെനുവിൽ നമുക്ക് കയറാൻ പറ്റും. അതായത് സിമോസ് സെറ്റിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ബയോ സെറ്റിങ്സ് എന്ന് പറയും, ബയോ സെറ്റിങ്സ്. അപ്പം നമുക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഏതാണോ മോഡൽ അതിനെ ബേസ് ചെയ്ത് ഇപ്പോൾ ചിലപ്പോൾ F2 ആയിരിക്കാം അല്ലെങ്കിൽ F12 ആയിരിക്കാം. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെറ്റപ്പ് മെനുവിൽ കയറാൻ പറ്റും. അപ്പോൾ സെറ്റപ്പ് മെനുവിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഒരുപാട് ഹാർഡ്വെയർ ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൂട്ട് പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ്, സാറ്റ പെർഫോമൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ നമുക്ക് സേവ് ചെയ്യാം, എന്നിട്ട് എക്സിറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് വരിക. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. ബൂട്ട് സ്ട്രാപ്പ് ലോഡർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ OS ലോഡ് ചെയ്യുക, റാമിലേക്ക് ലോഡ് ചെയ്യുക. അതാണ് ശരിക്കും ബൂട്ട് സ്ട്രാപ്പ് ലോഡിംഗ് എന്ന സ്റ്റെപ്പിൽ വരിക. അപ്പോൾ സാധാരണ ഈ OS ഇരിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്കിലായിരിക്കും. അപ്പോൾ ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്കിൽ MBR എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. MBR എന്ന് പറയുന്ന ഒരു ഏരിയ, MBR എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ബൂട്ട് റെക്കോർഡ്. അപ്പം നമ്മുടെ ഈ പ്രോസസ്സിൽ എന്താ ചെയ്യുക, ഈ ഹാർഡ് ഡിസ്കിൻ്റെ MBR പോയി ചെക്ക് ചെയ്യും ബൂട്ട് സ്ട്രാപ്പ് ലോഡിങ്ങിൻ്റെ ടൈമിൽ. അപ്പോൾ MBRൽ നമ്മുടെ ബൂട്ടിംഗ് ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ MBR എക്സിക്യൂട്ട് ചെയ്യുമ്പം ബൂട്ട് പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ OS ഇരിക്കുന്നത് ഹാർഡ് ഡിസ്കിൻ്റെ ഏതെങ്കിലും ഒരു ഡ്രൈവിലായിരിക്കും. അത് C ഡ്രൈവിലോ D ഡ്രൈവിലോ E ഡ്രൈവിലോ ആയിരിക്കാം. നോർമലി അതിരിക്കുന്നത് C ഡ്രൈവിലാണ്. OS നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് C ഡ്രൈവിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൂട്ടബിൾ ഡ്രൈവ് എന്ന് പറയുന്നത് ഏതാണ്, C ഡ്രൈവ് ആയിരിക്കും. അപ്പോൾ ഈ MBR എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ MBR എന്ത് ചെയ്യും, നമ്മുടെ ആ ഡ്രൈവിൻ്റെ ബൂട്ടബിൾ ആയിട്ടുള്ള OS ഇരിക്കുന്ന ഡ്രൈവിൻ്റെ VBRലേക്കാണ് പോയിന്റ് ചെയ്യുക. VBR എന്ന് പറഞ്ഞാൽ വോളിയം ബൂട്ട് റെക്കോർഡ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു OS എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക, നമ്മുടെ C ഡ്രൈവിലാണെന്നുണ്ടെങ്കിൽ C ഡ്രൈവിൻ്റെ കുറേ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് VBR എന്ന് പറയുക. അപ്പോൾ VBRും MBRനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഹാർഡ് ഡിസ്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ തൽക്കാലം ഇത്രയും ഓർത്തിരിക്കുക. ആദ്യം ഇത് എവിടെയാണ് വരിക, MBRൽ വന്ന് ചെക്ക് ചെയ്യും. ഓക്കെ. അപ്പോൾ MBRൽ നമ്മുടെ ബൂട്ടബിൾ ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ MBR എന്ത് ചെയ്യും, നേരെ VBRലേക്കാണ് പോയിന്റ് ചെയ്യുക. VBR എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ബൂട്ടബിൾ OS ഇരിക്കുന്ന ഡ്രൈവിലെ ഒരു സ്പെഷ്യൽ ഏരിയയാണ് VBR എന്ന് പറയുക. അവിടെ ആ ഡ്രൈവിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും കാണും. അപ്പോൾ C ഡ്രൈവിലാണ് OS എങ്കിൽ C ഡ്രൈവിലിൻ്റെ VBRലായിരിക്കും ബൂട്ടബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം കാണുക. അപ്പോൾ ഈ VBR എന്ത് ചെയ്യും, VBR ദെൻ ലോഡ്സ് ദി ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ടപ്പ് ഫയൽ. അപ്പോൾ VBR ആ ഡ്രൈവിലുള്ള നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ഫയൽ ലോഡ് ചെയ്യും. സ്റ്റാർട്ടപ്പ് ഫയൽ എന്ന് പറയുന്നത് എക്സാമ്പിൾ പറഞ്ഞാൽ IO.sys, അതായത് ഡോസ് വിൻഡോസ് പോലുള്ള OSകളിലാണ് ഈ IO.sys എന്ന് പറയുന്ന ഒരു ഫയൽ വരിക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്ന ഫയൽസാണ് IO.sys. പിന്നെ NTLDR, വിൻഡോസ് NT XP പോലുള്ള OSകളിൽ യൂസ് ചെയ്യുന്നൊരു ഫയലാണ് NTLDR എന്ന് പറഞ്ഞാൽ NT ലോഡർ എന്നാണ്. NT സ്റ്റാൻഡ്സ് ഫോർ ന്യൂ ടെക്നോളജി എന്നാണ്. ഓക്കെ. ദെൻ അപ്പോൾ ഇതുപോലുള്ള ഫയലുകൾ ലോഡ് ചെയ്യും. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ് ഡിസ്കുകളിൽ നിന്ന് നമ്മുടെ റാമിലേക്ക് ലോഡ് ചെയ്യും. അതാണ് ഈ ബൂട്ട് സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ വരിക. സിംപിളി നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വരുമ്പോൾ ബൂട്ടിംഗ് എന്ന് പറയുന്ന ആ സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ ഈ നമ്മുടെ OS ഇരിക്കുന്നത് ഇന്റേണൽ ഹാർഡ് ഡിസ്കുകളിൽ മാത്രമായിരിക്കില്ല, അത് ചിലപ്പം എക്സ്റ്റേണൽ ഡ്രൈവുകളിലായിരിക്കാം. അങ്ങനെയുള്ള അപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ MBR പോയി ചെക്ക് ചെയ്തിട്ടാണ് OSനെ ലോഡ് ചെയ്യുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ്, ഫോർത്ത് സ്റ്റെപ്പ് ഈസ് BIOS, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. നാലാമത്തെ സ്റ്റെപ്പിൻ്റെ പേര് BIOS എന്ന് തന്നെയാണ്. ഈ BIOS എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദിസ് റെഫേഴ്സ് ടു ദി കളക്ഷൻ ഓഫ് ആക്ച്വൽ ഡ്രൈവേഴ്സ് യൂസ്ഡ് ടു ആക്ട് ആസ് എ ബേസിക് ഇന്റർഫേസ് ബിറ്റ്വീൻ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് യുവർ ഹാർഡ്വെയർ വെൻ ദി സിസ്റ്റം ഈസ് ബൂട്ടഡ് ആൻഡ് റണ്ണിങ്. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കുറേ ഡ്രൈവേഴ്സിൻ്റെ കളക്ഷനാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ROM BIOS ചിപ്പ് ടൈപ്സ് അല്ലെങ്കിൽ ROM ചിപ്പ് ടൈപ്സ്. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ വരുന്ന ROM ഓൾറെഡി ഒരു IC ചിപ്പാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ IC ചിപ്പ് പല ടൈപ്പ് ടെക്നോളജീസ് അവൈലബിൾ ആയിരുന്നു. പഴയ കാലത്ത് തൊട്ട് യൂസ് ചെയ്തിരുന്ന ടെക്നോളജി മുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി വരെയുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ടെക്നോളജീസ് ഉണ്ട് ഈ ROMന്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ROM, റീഡ് ഓൺലി മെമ്മറി എന്ന് തന്നെയാണ്. അതിനെ നമ്മൾ ട്രൂ ഓർ മാസ്ക് ROM എന്ന് പറയും. ഓക്കെ. സോ ഫസ്റ്റ് വൺ ഈസ് ROM, ട്രൂ ഓർ മാസ്ക് ROM. സോ
ഈ മാസ്ക് റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ്, സാധാരണ റീഡ് ഓൺലി മെമ്മറിക്കകത്ത് എന്തായിരിക്കും, കുറേ ഇൻഫർമേഷൻസ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ മെമ്മറിക്കകത്ത്, അല്ലെ IC ചിപ്പിനകത്ത്. ഈ IC ചിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു സിലിക്കൺ വേഫറാണ്. സിലിക്കൺ മെറ്റീരിയൽ കൊണ്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. പൊതുവേ സെമി കണ്ടക്ടർ ഡിവൈസസ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന സിലിക്കൺ ഡിവൈസ് കൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ റോമിനകത്ത് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും, ഇത് ഓൾറെഡി തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്യും അല്ലെങ്കിൽ കാസ്റ്റ് ഇൻ ചെയ്യും. ഈ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് വൺസ് ആൻഡ് സീറോസ് എന്ന് പറയുന്ന ഫോമിലാണ്. ഓക്കെ, ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം റോമിൽ സ്റ്റോർ ചെയ്യുന്നത് വൺസ് ആൻഡ് സീറോസ് ഫോമിലാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ഇതെല്ലാം ഓൾറെഡി എന്തായിട്ട് തന്നെ മാനുഫാക്ചർ ചെയ്യും, വൺസ് ആൻഡ് സീറോസ് ആയിട്ട് തന്നെ ഇത് ഓൾറെഡി ഫാബ്രിക്കേറ്റ് ചെയ്ത് വരും. അതാണ് റോം എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് കമ്പനിയിൽ നിന്ന് തന്നെ ഈ വൺസ് ആൻഡ് സീറോസ് ഫാബ്രിക്കേറ്റ് ചെയ്ത് വരുവാണ് നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് IC മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യേണ്ടി വരും നമുക്ക് പുതിയ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ഉണ്ട്, ഇത് ബൾക്കായിട്ട് മാനുഫാക്ചർ ചെയ്യുമ്പോൾ കോസ്റ്റ് കുറവായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് ഒരു മാസ്റ്റർ CD മേടിക്കുന്ന പോലെ, ഇപ്പോൾ ഏതെങ്കിലും മൂവിയുടെയൊക്കെ മാസ്റ്റർ CD മേടിക്കുമ്പം അത് ഓൾറെഡി ആ മൂവി അതിനകത്ത് റെക്കോർഡ് ചെയ്തല്ലേ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ റോമും വരിക. വേണ്ട ഇൻഫർമേഷൻ ഓൾറെഡി റെക്കോർഡ് ചെയ്താണ് വരുന്നത് അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതാണ് റോം അല്ലെങ്കിൽ മാസ്ക് റോം എന്ന് പറയാം. മാസ്ക് റോം എന്നുള്ള പേര് വരാൻ ഒരു മാസ്ക് വെച്ചിട്ടാണ് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. ഫോട്ടോ ലിതോഗ്രാഫി എന്ന് പറയുന്ന ടെക്നോളജി വെച്ചിട്ട് ആണിത് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ഒരു മാസ്ക് ഓൾറെഡി ഉണ്ടാകും, എന്നിട്ടാണ് ഫോട്ടോ ലിതോഗ്രാഫി എന്ന് പറയുന്ന ടെക്നോളജി വെച്ചിട്ട് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ മാസ്ക് റോം എന്ന് പേര് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഓർ PROM. ഇപ്പോൾ PROM എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. നമുക്കതിനെ പ്രോഗ്രാം ചെയ്യാം. അതിനെ നമ്മൾ വൺ ടൈം പ്രോഗ്രാമബിൾ ടൈപ്പ് IC എന്നാണ് പറയുന്നത്, OTP എന്ന് പറയും, വൺ ടൈം പ്രോഗ്രാമബിൾ. ഇത് സാധാരണ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊരു ബ്ലാങ്ക് CD മേടിക്കുമല്ലോ, ബ്ലാങ്ക് CD മേടിച്ചിട്ട് നമ്മൾ അതിലേക്ക് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ റൈറ്റ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പം ഈ IC ചിപ്പിൻ്റെ ഒരു പ്രത്യേകത, ഇതിലെല്ലാം ഓൾറെഡി 1 ആയിരിക്കും. മാസ്ക് റോമിൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു, നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം വൺസ് ആൻഡ് സീറോസ് ആയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. PROMൻ്റെ കേസിൽ അങ്ങനെയല്ല. PROMൻ്റെ കേസിൽ ഫുള്ള് ഡാറ്റ 1 ആയിരിക്കും. അപ്പം നമുക്ക് വേണ്ട ഇൻഫർമേഷൻ നമ്മൾ ഇതിലേക്ക് റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മൾ പ്രോഗ്രാം ചെയ്യുക. അപ്പോൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ 1ൽ നമുക്ക് ആവശ്യമുള്ള ഏരിയയിലെ 1 എല്ലാം നമ്മൾ 0 ആക്കും. അങ്ങനെയാണ് ഇത് പ്രോഗ്രാം ചെയ്യുക. അപ്പം ഇത് പ്രോഗ്രാം ചെയ്യാനായിട്ട് പ്രോഗ്രാമർ ഉണ്ട്. ഓക്കെ, IC പ്രോഗ്രാമർ വെച്ചിട്ട് നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുത്ത് അതിനെ നമ്മൾ ഫ്യൂസ് ചെയ്യും. അതായത് നമുക്ക് എവിടെയാണോ 0 വരേണ്ടത് അവിടെ നമ്മൾ ഫ്യൂസ് ചെയ്യും. ഫ്യൂസിങ് എന്നാണ് ആ പ്രോസസ്സിന് പറയുന്ന പേര്. അത് 0 ആക്കും, 1നെ 0 ആക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫ്യൂസിങ് എന്ന് പറയുക. അപ്പോൾ ഇതാണ് അവിടെ ചെയ്യുക. അപ്പോൾ ഈ IC വർക്ക് ചെയ്യുന്നത് നോർമലി 5 വോൾട്ട് ആണ്. പക്ഷെ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ നേരത്ത് ഹൈ വോൾട്ടേജ് 12 വോൾട്ട് വെച്ചിട്ടാണ് നമ്മളിതിനെ പ്രോഗ്രാം ചെയ്യുക. നമുക്ക് 1നെ 0 ആക്കാം, പക്ഷേ നമുക്ക് തിരിച്ച് 0യെ 1 ആക്കാൻ പറ്റില്ല. അതായത് നമ്മൾ ഒരു തവണ ഇതിലേക്ക് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിലേക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് PROMൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുക. സോ നെക്സ്റ്റ് വൺ ഈസ് EPROM, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. നമ്മളതിന് വേറൊരു പേരും കൂടെ പറയും, UV-PROM എന്ന് പറയും. UV-PROM, UV സ്റ്റാൻഡ്സ് ഫോർ അൾട്രാ വയലറ്റ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. EPROMൻ്റെ പ്രത്യേകത, നമുക്ക് ഇതിലേക്ക് ഡാറ്റ ഒരു തവണ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കതിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതായത് നമുക്കതിലെ ഡാറ്റ ഇറേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് വീണ്ടും ഡാറ്റ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കടയിൽ നിന്ന് റീറൈറ്റബിൾ CD മേടിക്കുന്ന പോലെയാണ്. റീറൈറ്റബിൾ CDയുടെ പ്രത്യേകത എന്താ, നമുക്ക് ഒരു തവണ ഡാറ്റ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇറേസ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് വീണ്ടും ഡാറ്റ റൈറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെയാണ് EPROM വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിനെ UV-PROM എന്ന് വിളിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. UV-PROM എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ IC ഇറേസ് ചെയ്യാനായിട്ട് അൾട്രാ വയലറ്റ് റേസ് ആണ് യൂസ് ചെയ്യുക. നമ്മൾ ICയുടെ ഫിഗർ അവിടെ കാണാം. ആ ICയുടെ ഫിഗറിൽ അതിൻ്റെ ടോപ്പിൽ നിങ്ങൾക്ക് കാണാമല്ലോ ഒരു ഗ്ലാസിൻ്റെ വിൻഡോ ഉണ്ട്. അതൊരു ക്വാർട്സ് വിൻഡോയാണ്. ക്വാർട്സ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വിൻഡോയാണ്. അപ്പോൾ ആ ഗ്ലാസ് വിൻഡോ വഴി നമ്മൾ ആ ICയുടെ അകത്തേക്ക് നമ്മൾ ലൈറ്റ് പാസ് ചെയ്യും, UV റേസ് പാസ് ചെയ്യും. അപ്പോൾ UV റേസ് ചെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഏരിയ ഇറേസ് ആയി പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ ഇറേസ് ചെയ്യുന്നത്. ഇറേസ് ചെയ്ത ICയെ നമുക്ക് IC പ്രോഗ്രാമർ വെച്ചിട്ട് ഹൈ വോൾട്ടേജ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും പ്രോഗ്രാം ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇത് നമ്മൾ ഒരു തവണ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലാസ് വിൻഡോ നമ്മൾ സ്റ്റിക്കർ വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും. സ്റ്റിക്കർ വെച്ച് ഇത് ക്ലോസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അൾട്രാവയലറ്റ് റേസ് ആക്സിഡൻ്റലായിട്ട് വന്നിട്ട് ഡേറ്റ ഡാമേജ് ആയി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിലൊരു സ്റ്റിക്കർ പ്ലേസ് ചെയ്യും റൈറ്റ് ചെയ്ത ശേഷം. ഓക്കെ, സോ ഇതാണ് UV Pro എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഈസ് EEPROM, സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രിക്കലി ഇറേസബിൾ PROM. അപ്പോൾ E² Pro എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കണ്ടന്റ് ക്യാൻ ബി ഡിലീറ്റഡ് വിത്തൗട്ട് റിമൂവിങ് ഇറ്റ് ഫ്രം ദി സർക്യൂട്ട്. നമുക്ക് EEPROM അല്ലെങ്കിൽ E² Pro എന്ന് പറയാറുണ്ട്. E² Promന്റെ ഒരു പ്രത്യേകത, നമുക്ക് ആ IC പ്ലേസ് ചെയ്തിരിക്കുന്ന ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യാതെ തന്നെ നമുക്കതിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. നേരത്തെ കേസിൽ UV Promന്റെ കേസിൽ നമുക്ക് IC എടുത്ത് റിമൂവ് ചെയ്തിട്ടായിരുന്നു പ്രോഗ്രാം ചെയ്യാൻ നമ്മൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് E² Promന്റെ കേസിൽ നമുക്ക് ആ ബോർഡിൽ തന്നെ വെച്ചാൽ മതി പ്രോഗ്രാം ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുക. പിന്നെ ടു ചേഞ്ച് ഈവൻ 1 bit ഓഫ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദി E² Prom, ദി എൻറ്റയർ കണ്ടന്റ് ഈസ് ടു ബി ഫസ്റ്റ് റിമൂവ്ഡ് ആൻഡ് ദെൻ എവറിത്തിങ് ഈസ് ടു ബി റിട്ടേൺ ബാക്ക് വിത്ത് ദി ന്യൂ വാല്യൂസ്. നമുക്കൊരു ബിറ്റായിട്ട് തന്നെ നമുക്ക് മാറ്റാൻ പറ്റിയല്ല, ഇറേസ് ചെയ്യാൻ പറ്റിയല്ല. നമുക്ക് എന്ത് ചെയ്യണം, ഫുൾ ഡാറ്റ നമ്മൾ ഇറേസ് ചെയ്തിട്ട് വേണം നമ്മൾ അതിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് EAROM. EAROM സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രിക്കലി ഓൾട്ടറബിൾ റീഡ് ഓൺലി മെമ്മറി. EAROMന്റെ പ്രത്യേകത, നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബിറ്റ് തന്നെയായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഓൾറെഡി 1s and 0s ആണല്ലോ ബിറ്റുകളായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബിറ്റ് മാത്രമായിട്ട് നമുക്ക് ഇറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇറേസ് ചെയ്യാൻ പറ്റും. അതാണ് EAROMന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അതിന് ഇലക്ട്രിക്കലി ഓൾട്ടറബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുക. ഓക്കെ, പിന്നെ EAROMന്റെ കുറച്ച് ഡ്രോബാക്കുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ദി ഓൺലി ഡ്രോബാക്ക് ഓഫ് ദി EAROM ഈസ് ദി റൈറ്റ് ഓപ്പറേഷൻ ഈസ് വെരി സ്ലോ. EAROMs ആർ യൂസ്ഫുൾ ഇൻ ഏരിയാസ് വെയർ സ്മോൾ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഈസ് ടു ബി സ്റ്റോർഡ് പെർമനൻ്റ്ലി, which may require changes from time to time and where the battery backup may not be available or possible. So next one is flash ROM. A new type of E² Prom that can be erased and reprogrammed using the normal operating voltage found inside the PC is called the flash memory. The flash memory has the same limitation as the E² Prom. It can be erased and programmed only for a fixed number of times, and it must be erased and programmed in blocks. The first generation of flash ROM had the entire chip as a single block, so the entire chip had to be erased to reprogram it. ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ബയോസുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് ഫ്ലാഷ് ROM ആണ്. ഫ്ലാഷ് മെമ്മറി എന്ന് പറയും. ഫ്ലാഷ് മെമ്മറിയുടെ ഒരു പ്രത്യേകത, നമുക്ക് അതിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ വോൾട്ടേജ് ഒന്നും യൂസ് ചെയ്യണ്ട. സാധാരണ IC യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്? 5 വോൾട്ടേജ്. അപ്പോൾ ആ 5 വോൾട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ICയിലെ ഡാറ്റ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു 12 വോൾട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നോർമൽ മെഷീൻ വോൾട്ടേജ് 5 വോൾട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യകാലത്ത് ഇറങ്ങിയ ഫ്ലാഷ് റോമുകളിലൊക്കെ ഡാറ്റ ഫുള്ള് ഇറേസ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഇൻഡിവിജ്വൽ ബ്ലോക്കുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് തന്നെയായിട്ട് നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ന്യൂവർ ഫ്ലാഷ് റോംസ് ഹാവ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ഇറേസബിൾ ബ്ലോക്സ് ഇൻ സൈസസ് ഫ്രം 4K to 128K bytes. Once a block is erased, each cell will contain a value of 0. അപ്പോൾ ഒരു ബ്ലോക്ക് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫുള്ള് 0 ആയിരിക്കും. സ്റ്റാൻഡേർഡ് റൈറ്റ് ഓപ്പറേഷൻസ് ക്യാൻ ചേഞ്ച് ദി സെൽ വാല്യൂസ് ഫ്രം 0 to 1 but cannot change them back to 0. Once a given cell has been changed to a logical one with a right operation, it will maintain that value until the flash ROM gets erased once again. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പെൻഡ്രൈവ് പോലുള്ള ഡിവൈസുകളെല്ലാം ഫ്ലാഷ് മെമ്മറിയാണ് യൂസ് ചെയ്യുക. സോ അത്രയാണ് ROM BIOS ചിപ്പുകളെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ. സോ നെക്സ്റ്റ് വൺ ഈസ് ROM ഷാഡോവിങ്. ഇപ്പോൾ ROM ഷാഡോവിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് പഴയകാലത്ത് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബയോസ് എന്ന് പറയുന്നത് ROM ആണ്, റീഡ് ഓൺലി മെമ്മറിയാണ്. പക്ഷേ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്ന RAM വളരെ ഫാസ്റ്റ് ആയൊരു ഡിവൈസാണ്. നമ്മുടെ മദർ ബോർഡിൽ 2 മെമ്മറി ഉണ്ടല്ലോ, ROM ഉണ്ട് RAM ഉണ്ട്. ROM എന്ന് പറഞ്ഞാൽ
വളരെ സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അതിൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ 150 നാനോ സെക്കൻഡ് ഒക്കെയാണ് അതിൻ്റെ ഒരു ആക്സസ് ടൈം എന്ന് പറയുക. പക്ഷേ റാം വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു ഡിവൈസാണ്. അപ്പം നമ്മൾ ഈ റോമിനെ ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ വന്നു കഴിയുമ്പോൾ ഈ റോം വളരെ സ്ലോ ആയതുകൊണ്ട് സിസ്റ്റം ഫുള്ളി സ്ലോ ആകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അത് 16 ബിറ്റ് OSകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണിത് ഈ ഒരു റോം ഷാഡോവിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഡോസ് പോലുള്ള ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഡോസ്. പഴയ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ ഡോസ് പോലുള്ള OSകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് ഈ ഷാഡോവിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ സ്റ്റാർട്ടപ്പ് ആകുന്ന ടൈമിൽ തന്നെ നമ്മുടെ റോമിൽ, അതായത് ബയോസിലെ കണ്ടന്റ് റാമിലേക്ക് കോപ്പി ചെയ്യും. റോമിലെ കണ്ടന്റ് അല്ലെങ്കിൽ ബയോസിലെ കണ്ടന്റ് എങ്ങോട്ട് കോപ്പി ചെയ്യും? റാമിലേക്ക് കോപ്പി ചെയ്യും. റാമിലേക്ക് കോപ്പി ചെയ്തിട്ട് നമ്മുടെ റോമിൻ്റെ അഡ്രസ്സ്, മെമ്മറി അഡ്രസ്സ് തന്നെ എന്നിട്ട് ആ റാമിലേക്ക് കോപ്പി ചെയ്യും. ഓക്കെ, എങ്ങനെയാണെന്നൂടെ പറയാം. കമ്പ്യൂട്ടർ സ്റ്റാർട്ടപ്പ് ആകുന്ന ടൈമിൽ തന്നെ റോമിലെ അല്ലെങ്കിൽ ബയോസിലെ ഡേറ്റ റാമിലേക്ക് കോപ്പി ചെയ്യും. എന്നിട്ട് ആ കോപ്പി ചെയ്ത ഏരിയയ്ക്ക് ഒരു അഡ്രസ്സ് കൊടുക്കും. ആ അഡ്രസ്സ് ഏത് തന്നെയാണ്? നമ്മുടെ ഒറിജിനൽ ബയോസിൻ്റെ, മദർ ബോർഡ് ബയോസിൻ്റെ അഡ്രസ്സ് അവിടെ കൊടുക്കും. അപ്പോൾ അവിടെ വിർച്വലി ഈ ബയോസ് ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ റാമിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റാമിൽ നിന്ന് തന്നെ ഇതിനെ പിന്നീട് ആക്സസ് ചെയ്യാം. ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ഒറിജിനൽ മദർ ബോർഡിലെ റോം ബയോസിനെ ഡിസേബിൾ ചെയ്യുകയും കൂടെ ചെയ്യും. ഇത് സിസ്റ്റത്തിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ്. കാരണം ഫ്രീക്വൻ്റ് ആയിട്ട് മദർ ബോർഡ് നമ്മുടെ റോമിനെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ സ്ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ആ ബയോസിലെ കണ്ടന്റ് റാമിലേക്ക് കോപ്പി ചെയ്യും. ഇപ്പോഴത്തെ കേസിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഓൾറെഡി ഡിവൈസ് ഡ്രൈവേഴ്സ് എല്ലാം റാമിലാണ് വരുന്നത്. ഓക്കെ, ലോഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഷാഡോവിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്നും ഇപ്പം യൂസ് ചെയ്യാറില്ല. സോ എനിവേ, റോം ഷാഡോവിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിച്ചിരിക്കുക, റോം ഷാഡോവിങ് എന്താണെന്നുള്ളത്. സോ അപ്പോൾ ഈ 3 ടോപ്പിക്കുകളാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. അതിലൊന്ന് ഞാൻ പറഞ്ഞു, ബയോസ് എന്താണെന്ന് പറഞ്ഞു. ബയോസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് മസ്റ്റായിട്ടും കാണണം. അപ്പോൾ ബയോസിൻ്റെ ഫങ്ഷൻസ്, then അതുപോലെ തന്നെ റോം ബയോസിൻ്റെ ചിപ്പ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റോം ഷാഡോവിങ്. ഓക്കെ, ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, താങ്ക് യു.